പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ 8ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ 6ാമത്തെ പാഠം വരെ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണല്ലോ. ഇനി 7ാമത്തെ പാഠമാണ് നമുക്ക് പഠിക്കേണ്ടത്. 7ാമത്തെ പാഠം എന്ന് പറയുമ്പോൾ അത് അടുത്ത ഏകകത്തിലാണ് ആ പാഠം വരുന്നത്. ആധേയകം എന്ന് പറയുന്ന 3ാമത്തെ ഏകകത്തിലെ ആദ്യത്തെ പാഠം സമയസമാഹ എന്നുള്ളതാണ് നമുക്ക് പഠിക്കേണ്ടത്. ഈ ആധേയകം എന്ന് പറഞ്ഞാൽ സ്വീകരണീയം, സ്വീകരിക്കേണ്ടത്, നമ്മൾ ഉൾക്കൊള്ളേണ്ടത്, നമ്മൾ അനുവർത്തിക്കേണ്ടത്, ഉൾക്കൊണ്ട് അനുവർത്തിക്കേണ്ടത്. അനുവർത്തിക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികൾക്ക് ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. നമ്മൾ സ്വാംശീകരിച്ച്, അതായത് നമ്മുടെ മനസ്സിലേക്ക് അങ്ങോട്ട് എടുത്തു വെച്ചിട്ട് അതുപോലെ തന്നെ നമുക്ക് കഴിയുന്നത്ര അതുപോലെ ചെയ്യാൻ കഴിയണം. അതിന് വേണ്ടിയിട്ട് 1-2 പേരുടെ ജീവചരിത്രം ഉൾപ്പെടുത്തിയാണ് ഈ കഥ, ഈ പാഠഭാഗം ഇവിടെ നമുക്ക് പഠിക്കാൻ വച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആധേയകം എന്ന് പറഞ്ഞ ഏകകത്തിൻ്റെ ആമുഖം നോക്കാം. സ്വതന്ത്ര ഭാരതസ്യ ആധാരശിലാ ഭവതി ശാസന സംവിധാനം. സ്വതന്ത്ര ഭാരതത്തിൻ്റെ, അതായത് ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പിന്നീട് ഇങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ നിലനിൽപ്പിനൊക്കെയുള്ള അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് ശാസന സംവിധാനം. ശാസന സംവിധാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഭരണഘടന. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. തസ്യ മൂല്യാനി സ്വാംശീകൃത്യ പ്രതിപാദിതം ഏകകം ഭവതി ആധേയകം. അതിലെ മൂല്യങ്ങളെ സ്വാംശീകരിച്ച് പ്രതിപാദിച്ചിട്ടുള്ള ഏകകമാണ് ആധേയകം. ഏകകേസ്മിൻ, ഈ ഏകകത്തിൽ, ഏകകേ അധികം അസ്മിൻ, ഈ ഏകകത്തിൽ സമഭാവന സംബന്ധിനവും, സമഭാവനയുമായിട്ട് ബന്ധപ്പെട്ട, അതായത് എല്ലാവരും ഒരേപോലെയാണ്, എല്ലാവർക്കും ഒരേപോലെയുള്ള അവകാശങ്ങളാണ് കിട്ടേണ്ടത് എന്നിങ്ങനെ പ്രതിപാദിക്കുന്ന ദോ പാഠവും സമാകലിതോസ്ഥ, 2 പാഠങ്ങളാണ് എടുത്തു ചേർത്തിട്ടുള്ളത്. സമഭാവന എന്ന് പറഞ്ഞാൽ സമത്വം. അതായത് നമ്മൾ ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ എല്ലാവരും സമന്മാരാണ് എന്നുള്ള ഒരു തത്വം. അതാണ് സമത്വസ്യ പ്രാധാന്യം ബോധയൻ. സമത്വത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അറിവ് തരുന്ന സമയസമാഹ നാമ അഭിമുഖ പാഠ. സമയസമാഹ എന്ന പേരിലുള്ള ഒരു അഭിമുഖ പാഠം, അതായത് അഭിമുഖം നടത്തുന്നതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നു. അതും പിന്നെ അടുത്തത് ഭാരതസ്യ സ്വാതന്ത്ര്യലബ്ധ്യർത്ഥം, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യലബ്ധിക്ക് വേണ്ടി, ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി ജീവത്യാഗം കൃതവതഃ, ജീവത്യാഗം ചെയ്തവനായ വക്കം അബ്ദുൽ ഖാദർ മഹാശയസ്യ, വക്കം അബ്ദുൽ ഖാദർ മഹാശയൻ, അതായത് വക്കം അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന മഹാനായിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ജീവനചരിത സംബദ്ധ, ജീവചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് രാരാജ്യമാനം ധ്രുവതാരകം, രാരാജ്യമാനം ധ്രുവതാരകം ഇതി പാഠശ്ച അന്തർഭവത എന്ന പാഠവുമാണ് ഉൾക്കൊണ്ടിരിക്കുന്നത്. ഏതയോഹോ പാഠയോഹോ അധ്യയനേന, ഈ പാഠങ്ങളുടെ അധ്യയനത്തിലൂടെ, ഈ പാഠം നമ്മൾ പഠിക്കുന്നതിലൂടെ സ്വതന്ത്രതാ വിഷയേ ജാഗരൂകാഹ ഭവാമ, സ്വതന്ത്രത എന്നുള്ള കാര്യത്തിൽ, സ്വാതന്ത്ര്യം എന്നുള്ള കാര്യത്തിൽ നമ്മൾ ജാഗരൂകരായി ഭവിക്കും. നമ്മൾ എന്ന് വെച്ചാൽ നമ്മൾ സ്വാതന്ത്ര്യം എന്താണെന്നോ അതിൻ്റെ മൂല്യം എന്താണെന്നോ നമ്മൾ മനസ്സിലാക്കും ഇത് പഠിച്ചു കഴിയുമ്പോൾ എന്നാണ് അർത്ഥം. അപ്പോൾ സപ്തമഃ പാഠഃ സമയസമാഹ. നമുക്ക് നോക്കാം. പ്രവേശകം വൃഷഭശകടേന ആഗച്ഛതഃ, കാളവണ്ടിയിലൂടെ വരുന്ന അയ്യങ്കാളി മഹോദയസ്യ, അയ്യങ്കാളി എന്ന മഹാത്മാവിൻ്റെ പ്രസിദ്ധം ചിത്രം കില ഏതത്, പ്രസിദ്ധമായ ചിത്രമാണല്ലേ ഇത്, ചിത്രമല്ലേ ഇത്, കില എന്നുള്ളത് ഒരു പ്രശസ്തിയെ കാണിക്കുന്ന ഒരു അവ്യയപദമാണ്. കില എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ എന്നൊക്കെയുള്ള അർത്ഥം. സഹ സന്ദർഭ, ആ സന്ദർഭം, കഹ ഏതാണ്, ഏത് സന്ദർഭത്തിലാണത്, സഹ കിമർത്ഥം പ്രയത്നം കൃതവാൻ, അദ്ദേഹം എന്തിനു വേണ്ടിയാണ് പ്രയത്നിച്ചത്, മൗലികാൻ അധികാരാൻ അധികൃത്യ ഭവന്തഃ കിം ജാനന്തി, മൗലികമായ അധികാരത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം, മൗലികമായ അവകാശങ്ങളെക്കുറിച്ച് നിങ്ങൾ പഠിക്കുന്നുണ്ട്. സാമൂഹ്യ പാഠത്തിലൊക്കെ മൗലിക അവകാശങ്ങളും
നമ്മുടെ ചുമതലകളൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷേ ഈ മൗലികാവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അയ്യങ്കാളി എന്തെല്ലാം നടത്തി എന്നുള്ളതും നിങ്ങൾക്ക് അറിയേണ്ടതാണ്. നിങ്ങൾ സാമൂഹ്യ പാഠത്തിലൊക്കെ അത് പഠിക്കുന്നുണ്ട്. അദ്ദേഹം തിരുവനന്തപുരം ഊരൂട്ടമ്പലം ഗ്രാമത്തിൽ ജനിച്ച ആളാണ്. ഇവിടെ അദ്ദേഹത്തിൻ്റെ ജീവനചരിതം എഴുതാൻ പറഞ്ഞ് നിങ്ങൾക്ക് അടുത്തൊരു പേജിൽ കൊടുത്തിട്ടുണ്ട്. അതായത് 70-ാമത്തെ പേജിൽ അദ്ദേഹത്തിൻ്റെ പേര് അയ്യങ്കാളി. ജന്മം 1863 വെങ്ങാനൂരിലാണ് അദ്ദേഹം ജനിച്ചത്. അച്ഛനും അമ്മയും അയ്യനും മാലയുമായിരുന്നു. സാമൂഹ്യ പരിഷ്കർത്താവായിട്ട് അറിയപ്പെട്ടിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ചെയ്ത കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമുക്ക് അയ്യങ്കാളിയെക്കുറിച്ചൊന്ന് ഒരു ചെറിയൊരു അറിവുകൾ നമുക്കൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. തിരുവനന്തപുരം ഊരൂട്ടമ്പലം ഗ്രാമത്തിലെ അയ്യങ്കാളി പഞ്ചമി എന്ന ദളിത് പെൺകുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുവന്നപ്പോൾ സവർണ ജാതിക്കാർ സ്കൂൾ തീയിട്ട് നശിപ്പിച്ചു. അതിനെ തുടർന്നുണ്ടായ ഒരു പ്രക്ഷോഭം 90-ാം ആണ്ട് ലഹള എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഇദ്ദേഹം ഒരു സാമൂഹിക പരിഷ്കർത്താവായിരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അന്നത്തെ കാലഘട്ടത്തിൽ ദളിതർക്കൊന്നും യാതൊരു അവകാശവും ഉണ്ടായിരുന്നില്ല. വഴി നടക്കാൻ പോലും അവകാശം ഉണ്ടായിരുന്നു. പിന്നല്ലേ സ്കൂളിൽ ചേർക്കുന്നത്. അങ്ങനെ പഞ്ചമി എന്ന പെൺകുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുവന്നപ്പോൾ സവർണജാതിക്കാർ ആ സ്കൂളങ്ങൾ തീയിട്ട് നശിപ്പിച്ചു. സ്കൂൾ ഇവിടെ ഉണ്ടായാലല്ലേ ചേർക്കാൻ പറയുള്ളൂ എന്ന് വിചാരിച്ചിട്ട്. എന്തൊരു വലിയ അതിക്രമമാണ് സംഭവിച്ചതെന്ന് കുട്ടികളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ സാധുജന പരിപാലന സംഘം എന്ന് പറഞ്ഞിട്ട് ഒരു സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെ യാത്രാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വില്ലുവണ്ടി സമരം നടത്തുകയുണ്ടായിരുന്നു അദ്ദേഹം. അത് വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയായിരുന്നു അത്. ഇനി പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി വെങ്ങാനൂരിൽ വിദ്യാലയം സ്ഥാപിച്ചിട്ടുണ്ട്. ഈ സാധുജന പരിപാലന സംഘമാണ് പിന്നീട് 1938 പുലയ മഹാസഭ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ സാമൂഹ്യ പാഠത്തിലെ പാഠഭാഗങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ ധാരാളം പഠിച്ചിട്ടുണ്ടാവും. ബാക്കിയെല്ലാം നിങ്ങൾ സ്വാംശീകരിക്കണം. അത് നിങ്ങൾക്ക് ഭാവിയിൽ പ്രയോജനപ്പെടും. ഈ അയ്യങ്കാളിയെക്കുറിച്ചൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ കോമ്പറ്റീറ്റീവ് എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, നിങ്ങൾ സ്വയം കണ്ടെത്തേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഫോണൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ റീൽസ് അതും ഇതൊക്കെയല്ലേ കാണുന്നത്. അല്ലാതെ നിങ്ങൾ പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കാറില്ല. പിന്നെ വല്ലതൊക്കെ സ്കൂളിലേക്ക് എഴുതിക്കൊണ്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ നോക്കി അവിടെ നിന്നൊക്കെ കോപ്പി അടിക്കുക, അത്രയല്ലേ ഉള്ളൂ. നിങ്ങൾ അറിയേണ്ട അനവധി കാര്യങ്ങൾ ഫോണിൽ കൂടെ യൂട്യൂബിൽ നിന്നും അല്ലാത്ത പല സോഴ്സസിൽ നിന്നും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതെല്ലാം തേടി പിടിച്ച് കണ്ടെത്തുകയൊക്കെ വേണം. അപ്പോൾ അയ്യങ്കാളിയെക്കുറിച്ച് കുറച്ചധികം കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. അതിൽ അദ്ദേഹം സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു എന്നുള്ള ഒരു ചെറിയ കാര്യം മാത്രമായിട്ട് വിചാരിക്കാൻ പാടില്ല. അതൊരു വലിയ കാര്യം തന്നെയായിരുന്നു. യാത്രാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം നടത്തുക എന്ന് പറഞ്ഞാൽ ചെറിയ സമരമായിരുന്നില്ല അത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ മൗലികമായ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അദ്ദേഹം ജീവിതകാലം മുഴുവനും പരിശ്രമിച്ചു എന്നുള്ളതാണ് നമ്മുടെ അയ്യങ്കാളി എന്ന മഹാശയൻ്റെ സവിശേഷത. അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോക്കി അന്വേഷിച്ച് കണ്ടെത്തണം. ആമുഖം നോക്കാം. സമാജേ വിവിധാഹ ജനാഹ വസന്തി. സമൂഹത്തിൽ വിവിധ തരം ആളുകൾ വസിക്കുന്നുണ്ട്. ഉദ്യോഗേന ജ്ഞാനേന ധനേന ധർമ്മേണ ലിംഗേന ഏവം ബഹുപ്രകാരേണ സമൂഹേ വൈവിധ്യം ദരീദൃശ്യതേ. ജോലി സംബന്ധമായി നോക്കുമ്പോഴും അറിവിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോഴും ധനപരമായി നോക്കുമ്പോഴും ധാർമ്മികമായ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോഴും ആൺ പെൺ ജാതി വ്യത്യാസം നോക്കുമ്പോഴും ആണുങ്ങളെ പെണ്ണുങ്ങളെ എന്നുള്ള രീതിയിലുള്ള വ്യത്യാസം നോക്കുമ്പോഴും ബഹുപ്രകാരേണ സമൂഹേ വൈവിധ്യം ദരീദൃശ്യതേ. സമൂഹത്തിൽ വൈവിധ്യം വളരെയധികം നമുക്ക് കാണാൻ കഴിയും. അതായത് സമൂഹത്തിലെ ഓരോ വ്യക്തിയും വിഭിന്നരാണെന്നർത്ഥം. ജോലി സംബന്ധമായും അറിവിൻ്റെ കാര്യത്തിലും ധനത്തിൻ്റെ കാര്യത്തിലും ധാർമ്മിക പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും അങ്ങനെ എന്ന് വേണ്ട ഒരുപാട് കാര്യങ്ങളിൽ സമൂഹത്തിൽ വൈവിധ്യം കാണപ്പെടുന്നുണ്ട്. തദ്വാര അതിലൂടെ വ്യക്തിഭേദാശ്ച വർത്തന്തേ. വ്യക്തികളിലും അവരുടെ പ്രവർത്തനങ്ങളിലും ഒക്കെ വ്യത്യാസമുണ്ട്. യദ്യപി സർവേ സമാനാഹ ഇത് ചിന്ത പ്രസിദ്ധ. എല്ലാവരും തുല്യരാണെന്നുള്ളൊരു ചിന്ത പ്രശസ്തമായിട്ടുണ്ട്. തഥാപി എന്നിരിക്കലും
വിവിധാഹ സമസ്യാഹ അഭിമുഖീകുർവന്തഃ. വിവിധങ്ങളായ സമസ്യകളെ അഭിമുഖീകരിക്കുന്ന, അതായത് ധാരാളം ജീവിത പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന ബഹവഹ ജനാഹ, അനേകം ആളുകൾ അസ്മാൻ പരിതഃ സന്തി, നമുക്ക് ചുറ്റുമുണ്ട്. ഇവിടെ കണ്ടോ, പരിതഃ എന്നുള്ള അവ്യയം പ്രയോഗിച്ചപ്പോൾ ദ്വിതീയ വിഭക്തിയാണ്. അസ്മാൻ, നമ്മളെ, പരിതഃ നമ്മളെ ചുറ്റും എന്നാണ്. അപ്പോൾ പരിതഃ എന്നുള്ള അവ്യയപദം ചേർക്കുമ്പോൾ ദ്വിതീയ വിഭക്തിയുടെ കൂടെയാണ് ചേർക്കേണ്ടത്. ഇത് മുമ്പൊരു പാഠത്തിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പുരതഃ എന്നാണെങ്കിൽ ഷഷ്ഠി വിഭക്തിയുടെ കൂടെയാണ്. തേഷാം വിജയകഥാഹ. അപ്പോൾ ഇങ്ങനെ നാനാവിധമായിട്ടുള്ള സമസ്യകൾ എന്ന് പറഞ്ഞാൽ ജീവിത പ്രശ്നങ്ങൾ, പ്രോബ്ലംസ് അഭിമുഖീകരിക്കുന്ന ആളുകളുടെ വിജയകഥാഹ, വിജയത്തിൻ്റെ കഥകൾ സമാജേ ഐക്യമാനേതും ഉപകാരികാഹ ഭവന്തി, സമൂഹത്തിലൊരു ഐക്യം കൊണ്ടുവരാൻ, സമാനത കൊണ്ടുവരുവാൻ ഉപകാരപ്പെടും. താദൃശീമേകാം കാൽപ്പനികീം ഘടനാം പരിചിനമഹ. അത്തരത്തിൽ ഒരു കാൽപ്പനികമായിട്ടുള്ള, അതായത് അടുത്ത സമയത്ത് സംഭവിച്ചിട്ടുള്ള ഘടനാം പരിചിനമഹ, ഒരു സംഭവം നമുക്ക് പരിചയപ്പെടാം. ദൂരദർശനസ്യ സാക്ഷാത്കാര പ്രകോഷ്ഠ. ഇതൊരു അഭിമുഖ പാഠമാണെന്ന് പറഞ്ഞു. ദൂരദർശൻ്റെ സാക്ഷാത്കാര പ്രകോഷ്ഠ, പ്രക്ഷേപണ മുറി. ചതുർഭ്യ ഭാഗേഭ്യ പ്രകാശ ആഗച്ഛതി. 4 ഭാഗത്തു നിന്നും പ്രകാശം ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ധാരാളം ലൈറ്റൊക്കെ ഉണ്ട്. മാത്രം ലൈറ്റിൻ്റെ സജ്ജീകരണം ഉണ്ട്, നല്ല എല്ലാവരും കാണാൻ പറ്റുള്ളൂ. പുരതഃ ഉഭയതഃ ച, മുന്നിലും പിന്നിലുമായിട്ട് ഛായാഗ്രാഹിണ്യഃ സന്തി, ഛായാഗ്രാഹിണികളുണ്ട്, അതായത് ക്യാമറകളുണ്ട്. നിർദ്ദേശകഃ സർവാൻ നിർദ്ദിശതി, നിർദ്ദേശകൻ, ഡയറക്ടർ, ഈ കാര്യങ്ങൾ ഡയറക്റ്റ് ചെയ്യുന്ന ആള് സർവാൻ നിർദ്ദിശതി, എല്ലാവരോടുമായിട്ട് നിർദ്ദേശിക്കുന്നു. പാഠം ശരി, സജ്ജാഹ തയ്യാറായിക്കോളൂ. പിന്നെ ഓരോ സെക്കൻഡുകൾ കഴിയുമ്പോൾ ആക്ഷൻ എന്ന് പറഞ്ഞാൽ തുടങ്ങാം എന്നർത്ഥം. പ്രകോഷ്ഠേ അവതാരകഃ മേഘരാഗഃ ച സന്നിഹിതവും. മുറിയിൽ അവതാരകനും മേഘരാഗനും സന്നിഹിതരാണ്. മേഘരാഗൻ എന്ന് പറഞ്ഞ ഒരാളാണ് ഇവിടെ ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത്. അവതാരകനുമുണ്ട്, അതായത് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി ദൂരദർശൻ്റെ പ്രതിനിധി കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഓക്കെ, ആങ്കർ ചെയ്യുന്നു എന്നർത്ഥം. മേഘരാഗഃ അസ്യ വർഷസ്യ ദേശീയ സംഗീത പുരസ്കാര ജേതാഭവതി. ഈ മേഘരാഗൻ എന്ന് പറഞ്ഞ അവിടെ വന്നിരിക്കുന്ന ആള് ഈ വർഷത്തെ ദേശീയ സംഗീത പുരസ്കാര ജേതാഭവതി. ദേശീയ സംഗീത, നാഷണൽ സംഗീത പുരസ്കാര ജേതാവാണ്. അതായത് സംഗീതത്തിന് അവാർഡ് കിട്ടിയ ആളാണ്, സംഗീതത്തിന് ദേശീയ അവാർഡ് കിട്ടിയ ആളാണ്. തേന സഹ അഭിമുഖ ഭാഷണമേവ സമ്പ്രതി വർത്തതെ. അദ്ദേഹവുമായിട്ടുള്ള ഒരു അഭിമുഖ ഭാഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവതാരകഃ നിയതം ബഹിരാഗച്ഛേത് സത്യമാച്ഛാദിതം പരം സദാ ന ശക്യതേ മേഘൈഃ ഛാദനായ ദിവാപദേഃ. നിയതം ബഹിരാഗച്ഛേത് സത്യമാച്ഛാദിതം പരം. ആച്ഛാദിതം സത്യത്തെ മറച്ചു വെച്ചാലും നിയതം തീർച്ചയായും ബഹിഹി ആഗച്ഛേത് അത് പുറത്തേക്ക് വരും, വെളിയിൽ വരാതിരിക്കില്ല. സത്യത്തെ എത്ര മറച്ചു വെച്ചാലും അങ്ങനെ ഒത്തിരി കാലം മറച്ചു വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്നർത്ഥം. സദാ ന ശക്യതേ മേഘൈഃ ഛാദനായ ദിവാപദേഃ. ദിവാപദേഃ എന്ന് പറഞ്ഞാൽ സൂര്യസ്യ ഛാദനായ, സൂര്യനെ മറയ്ക്കുവാൻ, സദാ മേഘൈഃ ന ശക്യതേ എപ്പോഴും മേഘത്തിന് സാധിക്കില്ല. ചിലപ്പോഴൊക്കെ സൂര്യനെ മറയ്ക്കാൻ മേഘത്തിന് സാധിക്കും എന്ന് വെച്ച് എല്ലായ്പ്പോഴും സൂര്യനെ മറയ്ക്കാൻ മേഘത്തിന് സാധിക്കില്ല. അതുപോലെ തന്നെയാണ് സത്യം എത്ര മറച്ചു വെച്ചാലും അത് പുറത്തു വരാതിരിക്കില്ല എന്ന് പറഞ്ഞാൽ, ദേശീയ പുരസ്കാര ജേതാവിന് പലപ്പോഴും, നമ്മുടെ മേഘരാഗൻ എന്ന് പറഞ്ഞ ദേശീയ പുരസ്കാര ജേതാവിന് അവാർഡ് കിട്ടാൻ താമസം ഉണ്ടായി കാണണം. എങ്കിലും കുറച്ച് താമസിച്ചാലും അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയിരിക്കുന്നു. അത് സൂചിപ്പിക്കാനാണ് ഇത് പറഞ്ഞത്. സർവേഭ്യ നമസ്കാരഃ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ അവതാരകൻ പറയുകയാണ്, ദേശീയ പുരസ്കാര ജേതാ സംഗീത സമ്രാട്ട് മേഘരാഗഃ അസ്മാഭിः സഹ വർത്തതേ. ദേശീയ പുരസ്കാര ജേതാവായ സംഗീത സാമ്രാട്ട് മേഘരാഗൻ അസ്മാഭിः സഹ വർത്തതേ. മേഘരാഗനാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. സ്വാഗതം. മേഘരാഗഃ നമസ്കാരഃ. അപ്പോൾ മനസ്സിലാവുന്നെങ്കിൽ
മേഘരാഗൻ നമസ്കാരം പറഞ്ഞു. അവതാരക മേഘരാഗ അസ്യ മാസസ്യ ഗൂഗിൾ അന്വേഷണ പട്ടികായാം പ്രഥമം നാമ ഭവതഃ ഏവ. ഈ മാസത്തെ ഗൂഗിൾ സെർച്ച് പട്ടികയിൽ പ്രഥമം നാമ ഭവതഃ ഏവ, ആദ്യത്തെ പേര്, അതായത് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം കാണുന്ന പേര് ഭവതഃ ഏവ, ഭവാന്റെ തന്നെയാണ്, അങ്ങയുടെ തന്നെയാണ്. കിം പ്രതീയതേ, എന്ത് തോന്നുന്നു? മേഘരാഗ പ്രതീയത എന്ന് പറഞ്ഞാൽ തോന്നുന്നതാണ്. മേഘരാഗ മഹാൻ സന്തോഷ, വലിയ സന്തോഷം. അയം വിജയ മമേതി ന ചിന്തയാമി, അയം വിജയ മമ വിജയ ഇതി അഹം ന ചിന്തയാമി. ഈ വിജയം എൻ്റേത് മാത്രമായി ഞാൻ കരുതുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ വിജയമാണിതെന്ന് ഞാൻ കരുതുന്നില്ല. പ്രത്യുത, നേരെ മറിച്ച്, പ്രത്യുത എന്നുള്ളതിന് നേരെ മറിച്ചെന്നാണ്. മമ ദേശസ്യ വിജയ ഇതി മന്യേ, എൻ്റെ നാടിൻ്റെ വിജയമായിട്ട് ഞാനിതിനെ കരുതുന്നു. മന്യേ, മന്യതേ മന്യതേ മന്യന്തേ എന്നുള്ള ക്രിയയുടെ ഉത്തമപുരുഷ ഏകോചനമാണ് മന്യേ. മന്യതേ മന്യതേ മന്യന്തേ, മന്യസേ മന്യതേ മന്യദ്വേ, മന്യേ മന്യാവഹേ മന്യാമഹേ. അഹം മന്യേ എന്നാണ് അതിൻ്റെ അർത്ഥം. മന്യേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കർത്തൃപദം അഹമാണ്. വന്ദതേ വന്ദേതേ വന്ദന്തേ, അങ്ങനെയുള്ള ഒരു ആത്മനേപദക്രിയ നിങ്ങൾ ബൈഹേർട്ട് ചെയ്തിരിക്കണം, എങ്കിലാണ് എന്തെങ്കിലുമൊക്കെ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇതുപോലെ പഠിക്കുമ്പോൾ അത് ഞാൻ വിചാരിക്കുന്നു എന്ന് അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ക്രിയാപദങ്ങളുടെ പ്രയോഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതെന്തിനാന്ന് വെച്ചാൽ നിങ്ങൾ പറയും, ഇപ്പോൾ ചിലപ്പോൾ ഞങ്ങൾക്ക് പരീക്ഷയ്ക്കൊന്നും പറ്റില്ലല്ലോ, പിന്നെ ഞങ്ങൾ എന്തിനത് പഠിക്കണമെന്ന് നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചു എന്ന് വരാം. പക്ഷേ അങ്ങനെയല്ല, നമുക്ക് എന്തെങ്കിലും വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സംസ്കൃതത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു സംശയം ചോദിക്കാൻ വേണ്ടി ഒരു പദ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു ഗദ്യഭാഗമോ നിങ്ങളുടെ കയ്യിൽ കൊണ്ട് തന്നിരിക്കാം, സംസ്കൃതം പഠിച്ച കുട്ടികളാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. ആ സമയത്ത് നമ്മൾ തോറ്റുപോകാൻ പാടില്ല, നമുക്കത് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അതിനു വേണ്ടിയിട്ടാണ്. അവതാരക സാമൂഹിക മാധ്യമേഷു ബഹുവാരം ഭിന്നാഭിപ്രായനമേ അഭിമുഖീകൃതവാനസ്തി ഭവാൻ. സാമൂഹിക മാധ്യമങ്ങളിൽ പലതവണ ഭിന്ന അഭിപ്രായങ്ങളെ അഭിമുഖീകരിച്ചവനാണല്ലോ താങ്കൾ എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിന് അവാർഡ് കിട്ടേണ്ടതായിരുന്നു എന്ന് ചിലർ പറയും, അവാർഡ് കിട്ടണ്ടായിരുന്നു എന്ന് പറയും, ഇദ്ദേഹം അല്ല യോഗ്യൻ എന്ന് പറയും. അങ്ങനെ ബഹുവിധത്തിലുള്ള ഭിന്നാഭിപ്രായം എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങളെ അഭിമുഖീകരിച്ചിട്ടുള്ള ആളാണല്ലോ താങ്കൾ. അയം പുരസ്കാര തേഷാം പ്രത്യുത്തരവിധി മന്യതേക്കും. ഈ പുരസ്കാരം, ഇപ്പോൾ അങ്ങേക്ക് കിട്ടിയ ബഹുമതി, അതിനൊക്കെയുള്ള ഒരു മറുപടിയാണെന്ന് അങ്ങ് വിചാരിക്കുന്നുവോ? അപ്പം മേഘരാഗം പറയണം, കഥാപിന, ഒരിക്കലുമില്ല. സർവേഭ്യ അഭിപ്രായ സ്വാതന്ത്ര്യം വർത്തതേ, എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടല്ലോ. ന കോപി കസ്യാപി അധികാരീതി മമ അഭിപ്രായ. ആരും ഒന്നിനും അധികാരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇന്ന ആൾക്ക് ഇന്ന സമയത്ത് ഇന്നത് കിട്ടണം എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല എന്നർത്ഥം. അവതാരക സർവേഷാം മമ അധികാര, സർവേഷാം സമാധികാര, മമ എന്നല്ല, സർവേഷാം സമാധികാര, എല്ലാവർക്കും ഒരേപോലെയാണ് അവകാശങ്ങൾ. ഇത് ആശയം ശാസന സംവിധാനേന ഉന്നീതവതഃ എന്നുള്ള ആശയം, അതായത് എല്ലാവർക്കും ഒരേപോലെയാണ് അവകാശങ്ങൾ എന്നുള്ള ആശയം ശാസന സംവിധാനേന ഭരണഘടനയിൽ ഉന്നീതവതഃ ഉന്നയിച്ചവനായ ഭീമറാവു അംബേദ്കറസ് ജന്മദേശഹായം. ഭീമറാവു അംബേദ്കറിൻ്റെ ജന്മദേശമാണിത്. അംബേദ്കറിൻ്റെ ചിത്രത്തോടെ കൊടുത്തിട്ടുണ്ട്. പുരസ്കാര പ്രാപ്ത്യാർത്ഥം, പുരസ്കാരം നേടുവാൻ ഭവതഃ സജ്ജീകരണം കഥമാസീത്. ഈ പുരസ്കാരം നേടാൻ അങ്ങ് എന്തൊക്കെയാണ് പരിശ്രമിച്ചിട്ടുള്ളത്? ഇവിടെ നമ്മുടെ സമയ സമാഹ എന്ന് പറഞ്ഞാൽ, ഞാനത് ആ സമയത്ത് നിങ്ങളോട് പറയാൻ വിട്ടുപോയി. സമയ എന്നുള്ളതിന് സർവേ എന്നാണ്. സമയ സർവേ സമാഹ, എല്ലാവരും ഒരുപോലെയാണെന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. അതിൻ്റെ വേറൊരു വാക്കാണ് സർവേഷാം സമാധികാര, എല്ലാവർക്കും ഒരേപോലെ തുല്യമായ അധികാരം ഭരണഘടനയിൽ ഉറപ്പുവരുത്തിയിട്ടുള്ള ആളാണ് നമ്മുടെ ഭീമറാവു അംബേദ്കർ. അപ്പോൾ മേഘരാഗനോട് ചോദിക്കുകയാണ്, താങ്കൾ ഈ പുരസ്കാര പ്രാപ്തിക്ക് വേണ്ടി എന്തൊക്കെ തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട്? മേഘരാഗ അപ്പോൾ മേഘരാഗന് മറുപടി പറയണം, തദർത്ഥം വിശിഷ്ടം സജ്ജീകരണം കിമപി നാസീത്. അതിനുവേണ്ടി പ്രത്യേകിച്ചൊരു തയ്യാറെടുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഏകദാ മമ സംഗീതം നിഷിദ്ധമാസീത്. ഒരിക്കൽ എൻ്റെ സംഗീതം ആളുകൾ നിഷേധിച്ചിരുന്നു. അധുനാ മമ സംഗീതസ്യ കൃതേ, ഇപ്പോഴാകട്ടെ എൻ്റെ സംഗീതത്തിന് വേണ്ടി പ്രതീക്ഷാം കുർവന്തഃ, പ്രതീക്ഷിക്കുന്നവരായ, എൻ്റെ സംഗീതം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവരായ ബഹവഃ ശ്രോതാരഃ സന്തി, അനേകം കേൾവിക്കാരുണ്ട്. തദേവ മേ മഹാൻ പുരസ്കാരഃ, അതാണ് എനിക്ക് വലിയൊരു സമ്മാനമായി തോന്നുന്നു. അതായത് എൻ്റെ പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് എന്നുള്ളതാണ് എനിക്ക് പുരസ്കാരമായി തോന്നുന്നത്.
അവതാരക സാധു ശരി ഓക്കെ. സംഗീതസ്യ കാ ജാതി കോ വാ ദേശ സത്യം ഖലു. സംഗീതത്തിന് ഏത് ജാതി ഏത് ദേശം എന്ന് പറഞ്ഞാൽ സംഗീതത്തിന് പ്രത്യേകമായൊരു ജാതിയില്ല, സംഗീതത്തിന് പ്രത്യേകമായൊരു ദേശമില്ല. ഇന്ന നാട്ടിൽ ഇന്ന സംഗീതം, ഇന്നവർക്ക് ഇന്നത് എന്നൊന്നുമില്ല. സത്യം ഖലു ശരിയല്ലേ. സംഗീതം എല്ലായ്പ്പോഴും ഹൃദയാവർജകമാണ്. സംഗീതമഭി സാഹിത്യം സരസ്വത്യാസ്തനദ്വയം ഏകമാപാദമധുരം അന്യതാലോചനാമൃതം. ആപാദമധുരമാണ് സംഗീതം, തുടക്കം മുതൽ ഒടുക്കം വരെ മാധുര്യമേറുന്നതാണ്, കാതുകൾക്ക് ഇമ്പം പകരുന്നതാണ് സംഗീതം. പിന്നെ സാഹിത്യത്തെക്കുറിച്ച് പറഞ്ഞാൽ സാഹിത്യം ആലോചനാമൃതമാണ്. അത് ആലോചിക്കാനും മനസ്സിലേക്ക് അതിൻ്റെ സൗന്ദര്യം കൊണ്ടുവരാനും കഴിവുള്ളവർക്ക് മാത്രമാണ്. മറ്റേത് സംഗീതം ആർക്ക് കേട്ടാലും ആസ്വദിക്കാൻ കഴിയുന്നതുമാണ്. ഓക്കെ. സംഗീതസ്യക്കാ ജാതി കോവാ ദേശ. സംഗീതത്തിന് പ്രത്യേകം ജാതി ഉണ്ടോ, അല്ലെങ്കിൽ ഏത് ഒരു നാടിൻ്റെ മാത്രമാണ് സംഗീതം എന്ന് പറയാൻ പറ്റുമോ? സത്യം ഖലു ശരിയല്ലേ. മേഘരാഗ സത്യമേവ. അവതാരക സ്വരമധുരിമാം ഇമാം പരിരക്ഷിതും. സ്വരമധുരിമയ ഈ സ്വരമധുരിമയെ പരിരക്ഷിക്കുവാൻ വിശേഷക കോപി ശ്രമ വർത്തതേ വാ. അങ്ങയുടെ ഈ സ്വരമാധുര്യം നിലനിർത്തിക്കൊണ്ടുപോകാൻ അങ്ങ് എന്തെങ്കിലും പരിശ്രമിക്കുന്നുണ്ടോ? അതാണ് സ്വരമധുരിമാം ഇമാം പരിരക്ഷിതും. ഈ സ്വരമാധുര്യത്തെ സംരക്ഷിച്ചു കൊണ്ടുപോകാൻ വിശേഷ കോപി ശ്രമ വർത്തതേവ. എന്തെങ്കിലും പരിശ്രമം അങ്ങ് പ്രത്യേകമായി ചെയ്യുന്നുണ്ടോ? മേഘരാഗ ഉണ്ട്. ശരീരസ്യൈവ ശരീരത്തിൻ്റെതെന്ന പോലെ ശാരീരസ്യാവി സംരക്ഷണം. ശാരീരം എന്ന് പറഞ്ഞ ശബ്ദം എന്നാണ്, നമ്മുടെ ശബ്ദം. ശരീരസ്യൈവ ശാരീരസ്യാവി സംരക്ഷണം. ശരീരത്തെ സംരക്ഷിക്കുന്നത് പോലെ നമ്മുടെ സ്വരത്തെയും സംരക്ഷിക്കുവാൻ, നമ്മുടെ ശബ്ദത്തെയും സംരക്ഷിക്കേണ്ടത് അനിവാര്യം ഖലു അനിവാര്യമാണല്ലോ. പാട്ടുകാർ ശബ്ദം നന്നായിരിക്കുവാനായിട്ട് നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നാണ് ആ പറഞ്ഞത്. ശരീരം സംരക്ഷിക്കുന്നത് പോലെ തന്നെ നമ്മുടെ സ്വരത്തെയും ശബ്ദത്തെയും നമ്മൾ സംരക്ഷിക്കണം. അത് അനിവാര്യമാണ്, അതായത് അത്യാവശ്യമാണ്, അത് ഒഴിച്ചുകൂടാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് മയാ ഉന്മാദക വസ്തുനിവ താദൃശം കിമപി ന ഉപയുജ്യതേ. അതുകൊണ്ട് ഞാൻ ഉന്മാദക വസ്തുക്കളോ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റൊന്നും തന്നെ ഉപയോഗിക്കാറില്ല. നിങ്ങൾക്കറിയാം ഉന്മാദ വസ്തുവിനി എന്നേ ഇവിടെയുള്ളൂ. ഇവിടെ അത് ഉന്മാദക വസ്തുവിനി എന്ന് വേണം. ഉന്മാദം കരോതീതി ഉന്മാദം എന്നാണ്. ഉന്മാദം ഉണ്ടാക്കുന്ന വസ്തുക്കൾ പുകവലിക്കാറില്ല, മദ്യപിക്കാറില്ല. അതുപോലെ പിന്നെ പാട്ടുകാരൊക്കെ ഐസ്ക്രീം പോലുള്ള തണുത്ത പദാർത്ഥങ്ങളൊന്നും കഴിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അവരുടെ ശബ്ദത്തിന് സൗകുമാര്യം നഷ്ടപ്പെടും അതൊക്കെ കഴിച്ചാലെന്ന് പറയുന്നുണ്ട്. എനിക്കറിയില്ല, ഞാനൊരു പാട്ടുകാരി അല്ലാത്തത് കൊണ്ട് എനിക്കറിയില്ല എന്തൊക്കെയാണ് സംരക്ഷിക്കേണ്ടത്. നിങ്ങൾ പഠിക്കുന്ന കുട്ടികളിൽ പലരും പാട്ടുകാരായിരിക്കും, അപ്പോൾ നിങ്ങൾക്കറിയാം എന്തൊക്കെ ഉപേക്ഷിക്കണം എന്നൊക്കെയുള്ളത്. എന്തായാലും നമ്മുടെ മേഘരാഗൻ പറയുകയാണ്, ശരീരസ്യൈവ ശാരീരസ്യാവി സംരക്ഷണം അനിവാര്യം ഖലു. ശരീരം സംരക്ഷിക്കും, ശരീരത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്ന പോലെ ശബ്ദവും നന്നായി നിലനിർത്തിക്കൊണ്ടു പോകേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഉന്മാദക വസ്തുക്കളൊന്നും തന്നെ ഉപയോഗിക്കാറില്ല. അവതാരക ഭവന്തം അഗ്രേ അനീതവത്സു കമപ്യേകം സൂചയിഷ്യതി ചെയ്ത് കഹസ്യത് സഹ. അങ്ങയെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുവന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു പേര് പറയാനുണ്ടാവുമല്ലോ. അല്ലെങ്കിൽ അങ്ങയെ മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ ആരെങ്കിലും ഒരാൾ അങ്ങയെ സഹായിച്ചിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ആരെങ്കിലും പേരൊന്ന് പറയാമോ? മേഘരാഗ പുരാ പഞ്ചമിയും അക്ഷരാങ്കണം സമാനേതും അയ്യങ്കാളി ആസീത്. പണ്ട് പഞ്ചമി എന്ന ദളിത് പെൺകുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ നമ്മുടെ അയ്യങ്കാളി കൊണ്ടുവന്നെന്നും സവർണ ജാതിക്കാർ ആ വിദ്യാലയം തന്നെ ചൂട്ട് കത്തിച്ചു കളഞ്ഞെന്നും തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ. അതാണ് പുരാ പണ്ട് പഞ്ചമിയും അക്ഷരാങ്കണം സമാനേതും. പഞ്ചമിയെ സ്കൂളിലേക്ക് കൊണ്ടുവരുവാൻ അയ്യങ്കാളി ഉണ്ടായിരുന്നു. അദ്യ അസ്മാൻ പുരതോ നേതും. ഇന്നാണെങ്കിൽ നമ്മളെ മുന്നോട്ട് കൊണ്ടുവരുവാൻ അസ്മാഭിഹി സ്വയമേവ അയ്യങ്കാളിഹി ഭവിതവ്യ. ഇന്ന് നമ്മളെ മുന്നോട്ട് കൊണ്ടുവരുവാൻ നമ്മൾ സ്വയം അയ്യങ്കാളിയായി തീരേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്ന് സമൂഹത്തിലെ ആളുകൾ മറ്റൊരാൾക്ക് പുരോഗതി ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുക എന്നുള്ളത് അത്ര ഇഷ്ടമുള്ള ആളുകളല്ല നമ്മുടെ സമൂഹത്തിലുള്ളത്. ഓരോരുത്തർക്കും അവരവർക്ക് വലുതാവണം എന്ന ചിന്തയുള്ളൂ. പക്ഷേ പണ്ടത്തെ ആളുകളിൽ ഒരുപാട് പേര്
സാമൂഹ്യ പ്രവർത്തകരായിരുന്നു, സാമൂഹ്യ പരിഷ്കർത്താക്കളായിരുന്നു. തനിക്ക് കിട്ടിയ ജീവിതം കൊണ്ട് താൻ പഠിച്ച് വലുതായി ഒരു ഉദ്യോഗം കിട്ടി, ഒരു വമ്പൻ കാറൊക്കെ മേടിച്ച് ഒരു വലിയ മണിമാളിക പണിത് അവിടെ ഇങ്ങനെ സുഖമായിട്ടിരിക്കണം, മറ്റുള്ളവരെ ആരെയും അറിയില്ല എന്നുള്ള മട്ടിൽ ജീവിക്കുന്ന അവസ്ഥയല്ല മനുഷ്യ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് അറിയാവുന്നവരായിരുന്നു നമ്മുടെ അയ്യങ്കാളിയെ പോലുള്ള, അല്ലെങ്കിൽ അംബേദ്കറിനെ പോലുള്ള, അല്ലെങ്കിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പോലുള്ള ആളുകൾ. അപ്പം ഇന്ന് നമ്മളെ മുന്നോട്ട് നയിക്കാൻ നമ്മൾ തന്നെയുള്ളൂ എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതാണ് അദ്യ അസ്മാൻ പുരതോ നേതും, ഇന്ന് നമ്മളെ മുന്നോട്ട് നയിക്കാൻ അസ്മാഭി സ്വയമേവ അയ്യങ്കാളി ഭവിതവ്യ, നമ്മൾ സ്വയം അയ്യങ്കാളിയായി തീരേണ്ടതുണ്ട്. നമ്മൾ പരിശ്രമിച്ചാലേ നമുക്ക് മുന്നോട്ട് വരാൻ കഴിയുള്ളൂ, നമുക്ക് വേണ്ടി മറ്റാരും പരിശ്രമിക്കില്ല എന്നർത്ഥം. അവതാരക സാധു, ശരിയാണ്, ഓക്കെ, റൈറ്റ്, സമീചീനം. അസ്മാകം മേഘരാഗസ്യ വിജയോയം, നമ്മുടെ ഈ മേഘരാഗന്റെ ഈ വിജയം അസ്മാദൃശാനാം സമേഷാം, നമ്മളെപ്പോലുള്ള സമേഷാം എല്ലാവർക്കും, സർവേഷാം എന്നാണ് സമേഷാം എന്നുള്ളതിൻ്റെ അർത്ഥം. പ്രേരണാദായകഹായവ, പ്രേരണ നൽകുന്നതാണ്. അതായത് മേഘരാഗന്റെ ഈ വിജയം. പിന്നെ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞ കാര്യം, നമുക്ക് മുന്നേറണമെങ്കിൽ നാം തന്നെ അയ്യങ്കാളിയെ പോലുള്ള വ്യക്തിത്വമുള്ളവരായി മാറണം എന്ന് പറഞ്ഞു. അതൊക്കെ നമുക്ക് പ്രേരണാദായകഹായവ, പ്രേരണ നൽകുന്നതാണ്. ഇതോവി അഗ്രേ ഗന്തും, ഇനിയും മുന്നോട്ട് പോകാൻ, വിജയാൻ അവാപ്തും ച, വിജയത്തെ നേടുവാനും, അവാപ്തും പ്രാപ്തും ലബ്ധും എന്നൊക്കെ അർത്ഥം. ഭവാൻ ശക്തോ ഭവതു, ഭവാൻ ശക്തനായി തീരട്ടെ, ഇനിയും അങ്ങേക്ക് ഇതുപോലുള്ള വിജയം ഉണ്ടാകട്ടെ, അതിനായി അങ്ങേക്ക് കഴിയട്ടെ, അതിനായി അങ്ങയെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നാണ്. മേഘരാഗ ധന്യവാദ, താങ്ക് യു എന്നാണ്. അവതാരക സമയാഭാവാത് അത്ര സമാപ്യതേ, സമയത്തിൻ്റെ കുറവുകൊണ്ട് ഇവിടെ നമുക്ക് ഇത് അവസാനിപ്പിക്കാം. ഈ അഭിമുഖ ഭാഷണം കൂടെ അവസാനിക്കുകയാണെന്നർത്ഥം. അസ്മാഭി സഹ ആസീത് മേഘരാഗ, നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് മേഘരാഗനാണ്. ധന്യവാദ, നന്ദി. ഇനി നമുക്കിതിലെ കുറേ കാര്യങ്ങൾ നോക്കാനുണ്ട്. ഇത്യേവം പദച്ഛേദം ചെയ്ത് കൊടുത്തിരിക്കുന്നു. ഇതിയധികമേവം വ്യക്തിഭേദാശ്ച, വ്യക്തിഭേദാഹാധികം ച, അവിടെ ഷാ ഒരു പകുതി ഷായോടെ ഉണ്ട്, ആ ഷാ വിസർഗാകാണ്. അതുപോലെ തൊട്ടുമുള്ള ഇത്യേവം, ഇതിയധികമേവം, ഈ കാലത്തിന് ശേഷം ഏ വന്നപ്പോൾ യാ അവിടെ ആഗമിച്ചു, അതാണ് ഇത്യേവം. സമാനായിരി, സമാനാഹ ഇരി, അവിടെ വിസർഗത്തിന് ശേഷം വികാരം വന്നപ്പോൾ വിസർഗം ലോപിച്ചിരിക്കുകയാണ്. സന്ധി വിച്ഛേദം ചെയ്യുമ്പോൾ, പദച്ഛേദം ചെയ്യുമ്പോൾ സമാനാഹ എന്ന് വിസർഗമുണ്ട്. തഥാവി ദീർഘസന്ധിയാണ്, തഥാധികം അഭി. ഐക്യമാനേതും, ഐക്യം അധികം ആനേതും, ഇതിനെല്ലാം നിയമങ്ങളുണ്ട്. അതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയൊന്നുമില്ല. എന്തിനിപ്പോൾ ഞങ്ങൾക്ക് നിയമം, ഞങ്ങൾക്ക് പദച്ഛേദം ചെയ്യാൻ അറിഞ്ഞാൽ മതി എന്നൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ഓരോ പദച്ഛേദത്തിനും ഓരോ നിയമങ്ങളുണ്ട്. മമേതി, മമാധികം ഇതി, അകാരത്തിന് ശേഷം ഇകാരം വന്നിരിക്കുന്നു. ഇവിടെ ഞാൻ അകാരത്തിന് ശേഷം എന്നൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. മമ എന്നുള്ളിടത്തൊരു മായല്ലേ ടീച്ചറെ ഇരിക്കുന്നതെന്നിരിക്കും. പക്ഷേ ആ മ അധികം ആയാണ് മാ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു അകാരമുണ്ട്, ആ ഈ ചേർന്നിട്ട് ഏകാരമായി മമേതി ഗുണസന്ധി. അഭിമുഖീകൃതവാനസി അസ്തി, അഭിമുഖീകൃതവാനസ്തി, അഭിമുഖീകൃതവാൻ അധികം അസ്തി. പ്രത്യുത്തരമിതി, പ്രത്യുത്തരം അധികം ഇതി. കോപി കഹ അവി, ഈ അവഗ്രഹ ചിഹ്നം അല്ലെങ്കിൽ പ്രശേഷ ചിഹ്നത്തിന് മുമ്പ് ഓകാരം ഉണ്ടെങ്കിൽ അത് പദച്ഛേദം വരുമ്പോൾ വിസർഗമായി മാറുന്നുള്ളത് ഓർമ്മയിൽ വെക്കുക. അധികാരീതി, അധികാരി അധികം ഇതി. തദേവ, തത് അധികം ഏവ. കമപ്യേകം, കം അധികം അഭി അധികം ഏകം. വിജയോയം, വിജയഹാധികമയം. ഇനി വിഗ്രഹത്തിലാണെങ്കിൽ വിവിധസ്യ ഭാവഃ വൈവിധ്യം, ഐക്യം ഏകതായാഹ ഭാവഃ ഐക്യം. ഇനി അവിടെ ഒരു പദ്യഭാഗം ഉണ്ടായിരുന്നു, അതിൻ്റെ അന്വയം കൊടുത്തിട്ടുണ്ട്. ആച്ഛാദിതം പരം സത്യം നിയതം ബഹിരാഗച്ഛേത്, ഒളിച്ചു വെച്ചാലും ആ സത്യം പുറത്തേക്ക് വരാതിരിക്കില്ല. ദിവാപദേഹേ ഛാദനായ, ദിവാപതിയുടെ സൂര്യൻ്റെ മറയ്ക്കലിന്, അതായത് സൂര്യനെ മറയ്ക്കുവാൻ മേഘൈഹി സദാന ശക്യതേ, മേഘങ്ങളെ കൊണ്ട് എപ്പോഴും പറ്റില്ല. ഇനി നമുക്ക് പ്രശ്നവാചക ശബ്ദങ്ങളെ കൊണ്ട് സംഭാഷണം പൂരിപ്പിക്കാനാണ്. കോഷ്ഠകാത് ഉചിതപദാനി ചിത്വ അധോദത്വം സംഭാഷണാംശം പൂരയതു. രമേശ നമസ്തേ തവ നാമ കിം, കിം എന്നുള്ളത് അവിടെ ചേർക്കാം നമുക്ക്. അജയഹ നമസ്തേ മമ നാമ അജയഹ. രമേശ ത്വം കഥാ ഉത്തിഷ്ഠസി,
നീ എപ്പോഴാണ് എഴുന്നേൽക്കുന്നത്? കഥാ എപ്പോൾ? ഓർമ്മ വയ്ക്കുക. അജേഹ അഹം ഷഡ്വാദനെ ഉത്തിഷ്ഠാമി, ഞാൻ 6 മണിക്കാണ് എഴുന്നേൽക്കുന്നത്. രമേശ ത്വം കുത്ര ഗച്ഛസി, അവിടെ ചേർക്കേണ്ടത് കുത്ര എന്നുള്ള പദമാണ്. കാരണം അതിൻ്റെ മറുപടി അഹം വിദ്യാലയം ഗച്ഛാമി എന്നാണല്ലോ. അപ്പോൾ എവിടേക്കാണ് പോകുന്നതെന്നാണ് ചോദിക്കേണ്ടത്. അപ്പം ത്വം മാത്രമല്ല, ചോദ്യവുമാണ്. ത്വം കുത്ര ഗച്ഛസി? രമേശ തവ സംസ്കൃതാധ്യാപക കഹ, നിന്റെ സംസ്കൃതാധ്യാപകൻ ആരാണ്? അജേഹ മമ സംസ്കൃതാധ്യാപക ജോസഹ, ജോസ് മാഷാണ് എൻ്റെ സംസ്കൃതാധ്യാപകൻ എന്ന് പറഞ്ഞു. അതുപോലെ പ്രശ്ന നിർമ്മാണം ചെയ്യാൻ പറഞ്ഞ് അടുത്തൊരു പ്രവർത്തനം കൊടുത്തിട്ടുണ്ട്. അതായത് ചോദ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. കോഷ്ടകത്തിൽ കൊടുത്തിരിക്കുന്ന, ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന വാക്കുകളെടുത്ത് ചോദ്യം ഉണ്ടാക്കുക. പ്രശ്നഹ, ചോദ്യം. ചലനചിത്രം കഥമാസീത്, സിനിമ എങ്ങനെയുണ്ടായിരുന്നു? അപ്പോൾ താഴെ ഉത്തരം ചലനചിത്രം ഉത്തമമാസീത്, സിനിമ വളരെ നല്ലതായിരുന്നു എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ലതായിരുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ളതായിരുന്നു എന്ന് ചോദിക്കണമല്ലോ. എപ്പോഴും ഈ സംഭാഷണമൊക്കെ പൂരിപ്പിക്കുമ്പോൾ നമ്മൾ ഉത്തരത്തിൽ എന്താണ് പറയുന്നതെന്ന് നോക്കിയിട്ട് വേണം ആ ചോദ്യം. അപ്പോൾ ചലച്ചിത്രം ഉത്തമമായിരുന്നു എന്നുള്ള പറയുമ്പോൾ ചലച്ചിത്രം എങ്ങനെയിരുന്നു? കഥമാസീത്. ഇനി അടുത്ത ചോദ്യം സഹ രോദിതി എന്നാണ്. അപ്പോൾ നമുക്ക് ഉത്തരം നോക്കാം. ഭോജനാർത്ഥം എന്നാണ്, ഭക്ഷണത്തിന് വേണ്ടി രോദിതി. അപ്പം കിമർത്ഥം രോദിതി എന്ന് ചേർക്കണം നമുക്ക്. സഹ കിമർത്ഥം രോദിതി. ഉത്തരം സഹ ഭോജനാർത്ഥം, ഭക്ഷണത്തിന് വേണ്ടി കരയുന്നു. രോദിതി കരയുന്നു. പ്രശ്നഹ, അടുത്ത ചോദ്യം. രാഘവ കുതഹ ആഗച്ഛതി, രാഘവൻ എവിടെ നിന്ന് വരുന്നു? അങ്ങനെ കുതഹ എന്ന് ചേർക്കാനൊരു കാര്യമുണ്ട്. നമ്മുടെ ഇവിടെ ഉത്തരത്തിൽ അവിടെ രാഘവ ആപണതഹ ആഗച്ഛതി, രാഘവൻ കടയിൽ നിന്ന് വരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എവിടെ നിന്നെന്ന് ചോദിക്കണമല്ലോ. പ്രശ്നഹ സ്യൂതേ കതി പുസ്തകാനി സന്തി, സഞ്ചിയിൽ ബാഗിൽ എത്ര പുസ്തകങ്ങളുണ്ട്? അത് നമുക്ക് കതി എന്നാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിന് ആ ഉത്തരം നോക്കിയാലും മതി. സ്യൂതേ ഷഡ് പുസ്തകാനി സന്തി, എൻ്റെ ബാഗിൽ 6 പുസ്തകങ്ങളുണ്ട് എന്നുള്ള. അപ്പോൾ എത്ര എന്നുള്ള വാക്ക് കതി, എത്ര, മറക്കാതെ മനസ്സിൽ വെച്ചോളുക. ഇതിൻ്റെയൊക്കെ അർത്ഥം കഥം എപ്രകാരം, കിമർത്ഥം എന്തിനു വേണ്ടി, കുതഹ എവിടെ നിന്ന്, കതി എത്ര, ഇതൊക്കെ ഓർമ്മയിൽ വെച്ചോളുക. എഴുതി ബുക്കിൽ വെച്ച് കാണാതെ പഠിച്ചു വെക്കണം. കാരണം സംഭാഷണങ്ങൾ പൂരിപ്പിക്കാനുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് എപ്പോഴും വരാറുണ്ട്. അടുത്ത പ്രവർത്തനത്തിൽ വരുന്നത് ആരോഗ്യ സംരക്ഷണേ കർത്തവ്യാനി അകർത്തവ്യാനി ച വിവേചയതു. ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതും ഏതൊക്കെയാണെന്ന് വിവേചിച്ച് എഴുതുക, തിരഞ്ഞെടുത്ത് എഴുതുക എന്നാണ്. അമിതാഹാരം ഖാദതി, ആഹാരം വളരെ കൂടുതലായിട്ട് കഴിക്കുന്നു. അത് ആരോഗ്യത്തിന് വേണ്ടി ചെയ്യാവുന്ന കാര്യമാണോ? അല്ല. അപ്പോൾ അകർത്തവ്യാനി എന്നുള്ള കോളത്തിൽ വേണം നമ്മൾ അത് ചേർക്കേണ്ടത്. ആഹാരം അമിതാഹാരം ഖാദതി, അമിതമായി ആഹരിക്കുന്നു, ചെയ്യാൻ പാടില്ലാത്ത. അകർത്തവ്യാനി എന്നുള്ള 2ാമത്തെ കോളത്തിലാണ് എഴുതേണ്ടത്. മാദക വസ്തുവിനാം ഉപയോഗം കരോതി, മാദക വസ്തുക്കളെ ഉപയോഗിക്കുന്നു, അതും ചെയ്യാൻ പാടില്ലാത്തതായതുകൊണ്ട് അകർത്തവ്യാനി എന്നുള്ള കോളത്തിലാണ് എഴുതേണ്ടത്. ഇനി പ്രതിദിനം വ്യായാമം കരോതി, ദിവസവും വ്യായാമം ചെയ്യുന്നു, അത് ആരോഗ്യത്തിന് വേണ്ടി ചെയ്യാവുന്നതാണ്, അത് കർത്തവ്യാനി എന്നുള്ള കോളത്തിലാണ് എഴുതേണ്ടത്. സുഷ്ട നിദ്രാം കരോതി, ശരിക്കും ഉറങ്ങുന്നു, അതും കർത്തവ്യാനി, ചെയ്യേണ്ട കാര്യമാണ്, ആരോഗ്യത്തിന് വേണ്ടി നന്നായി ഉറങ്ങണം. അപ്പോൾ കർത്തവ്യാനി എന്നുള്ള കോളത്തിൽ. പര്യാപ്തം ജലം പിബതി, ധാരാളം വെള്ളം കുടിക്കുന്നു, അതും കർത്തവ്യാനി, ആരോഗ്യത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യമായതുകൊണ്ട് ആദ്യത്തെ കോളത്തിലാണ് ചേർക്കേണ്ടത്. അതിശീതള ഭോജ്യാനി ഖാദതി, അങ്ങേറ്റം തണുപ്പുള്ള ഭക്ഷണം കഴിക്കുന്നു, അത് ആരോഗ്യത്തിന് നന്നല്ല, അത് ചെയ്യാൻ പാടില്ലാത്തതായതുകൊണ്ട് അകർത്തവ്യാനി എന്നുള്ളതിൻ്റെ കോളത്തിൽ വേണം ചേർക്കാനായിട്ട്. ഇനി സൂചനാനുസാരം ജീവനചരിതം ലിഖതു. നാമ അയ്യങ്കാളി. അപ്പോൾ ജന്മ 1863 വെങ്ങാനൂര്. പിതരൗ അയ്യൻ മാല. പ്രശസ്തി സമാജപരിഷ്കർത്ത. പ്രധാനഘടനാः സമാജേ അധസ്ഥിതാനാം വിദ്യാഭ്യാസാർത്ഥം തഥാ സഞ്ചാരസ്വാതന്ത്ര്യാർത്ഥം ച ആന്തോളനമായോജിതവാൻ. സമാജത്തിൽ പിന്നോക്കം നിൽക്കുന്നവരുടെ വിദ്യാഭ്യാസത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും വേണ്ടി ആന്തോളനം സംഘടിപ്പിച്ചു.
അതിനുവേണ്ടി പ്രക്ഷോഭം നടത്തി എന്നർത്ഥം. ആന്തോളനം പ്രക്ഷോഭമാണ്. അധസ്ഥിതേഭ്യ ജനേഭ്യ ശ്രീമൂലം പ്രജാസഭാം പ്രാപ്ത പ്രഥമ നേതാ. ശ്രീമൂലം പ്രജാസഭയിലെ ആദ്യത്തെ അംഗമായിരുന്നു അദ്ദേഹം. അത് അധസ്ഥിതരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആളായിരുന്നു. ശ്രീമൂലം പ്രജാസഭയിലെ ഒരംഗമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ജീവിത സന്ദേശം വിദ്യാഭ്യാസേനൈവ വിമോചനം സാധ്യം. വിദ്യാഭ്യാസത്തിലൂടെയാണ് നമ്മൾ വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുവിനെന്ന് നമ്മുടെ ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ വിദ്യാഭ്യാസം കൊണ്ടാണ് നമ്മൾ വിമോചനം നേടേണ്ടത്, സ്വാതന്ത്ര്യം നേടേണ്ടത്. മനസ്സിന് സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലാണ് വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ മാനസികമായി സ്വതന്ത്രരാകുന്നു, അറിവുള്ളവരായി മാറുന്നു. അപ്പോഴാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ചും നമ്മുടെ ചുമതലകളെക്കുറിച്ചൊക്കെ ബോധ്യം വരുന്നത്. അപ്പോഴാണ് അത് കിട്ടാത്തവർക്ക് വേണ്ടി ഒരു പ്രക്ഷോഭം നടത്തുവാനൊക്കെ മനസ്സിലേക്ക് ആശയം ഉദിക്കുന്നതന്നെ. പിന്നെ മരണം 1941 ജൂൺ 18 ഇതിൽ നിങ്ങൾക്ക് എഴുതാം അയ്യങ്കാളി മഹാശേഖ 360 വർഷേ വെങ്ങാനൂർദേശേ ജാതഃ. തസ്യ പിതരൗ അയ്യൻ മാലാച ആസ്താം. സഹ സമാജപരിഷ്കർത്ത ഇതി പ്രസിദ്ധഃ അഭവത്. സഹ സമാജേ അധസ്ഥിതാനാം വിദ്യാഭ്യാസാർത്ഥം തഥാ സഞ്ചാരസ്വാതന്ത്ര്യാർത്ഥം ച ആന്തോളനം ആയോജിതവാൻ. അധസ്ഥിതേഭ്യ ജനേഭ്യ ശ്രീമൂലം പ്രജാസഭാം പ്രാപ്ത പ്രഥമ നേതാ ച ആസീത് അയ്യങ്കാളി മഹാശേഖ. തസ്യ ജീവിത സന്ദേശഃ വിദ്യാഭ്യാസേനൈവ വിമോചനം സാധ്യം ഇതി ആസീത്. സഹ മഹാശേഖ 1940 വർഷേ ജൂൺ മാസസ്യ 18 ദിവംഗതഃ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. എൻ്റെ ശബ്ദത്തിൽ നിങ്ങൾ ഓരോ സെൻറ്റൻസും എഴുതിയെടുക്കുക. ആർക്കെങ്കിലും അങ്ങനെ സ്വന്തമായിട്ട് എഴുതാൻ പറ്റാതെ ഉണ്ടെങ്കിൽ എന്നെ ശരിക്കും ഡയറക്റ്റായിട്ട് എന്നെ ഫോണിൽ വിളിച്ച് പറയണം, ടീച്ചറെ ഞങ്ങൾക്ക് ഇത് സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്നില്ല, ടീച്ചറിൻ്റെ വാക്കുകളിലൂടെ ഞങ്ങൾക്ക് എഴുതിയെടുക്കാനൊന്നും പറ്റില്ല, ഒന്ന് എഴുതി അയച്ച് തരണം എന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ ഞാൻ എഴുതി അയച്ചു തരും. ഇനി മേഘരാഗം അവലംബ്യ സർവേ സമാനാഹ ഇത്യാശയം വിപുലീകൃത്യ ടിപ്പണിയും ലിഖതു. മേഘരാഗൻ്റെ ആശയങ്ങളെ മുൻനിർത്തി സർവേ സമാനാഹ ഇത്യാശയം വിപുലീകൃത്യ, എല്ലാവരും ഒന്നാണെന്നുള്ള ആശയത്തെ വിപുലീകരിച്ച് ടിപ്പണി എഴുതണം. ജനായത്ത രാഷ്ട്രം എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം ജനായത്ത രാഷ്ട്രത്തിൽ എല്ലാവർക്കും തുല്യ അവകാശമാണുള്ളതെന്ന് എഴുതണം. ഭരണ സംവിധാനത്തിൽ അത് ഉറപ്പുവരുത്താൻ വേണ്ടി ഇനി നമുക്ക് പറയാനുള്ളത് പട്ടികാമ്പൂരേതാന്നാണ്. ലട്ട് പഠതി, ലോട്ട് പഠതു, ലിട്ട് പഠിഷ്യതി. ഇനി ഭൂധാതുവിൻ്റെ ഭവതി ലട്ടാണ്, ലോട്ട് ഭവതു എന്നാണ്, ലിട്ട് ഭവിഷ്യതി എന്നാണ്. ഇനി കരോത് ലോട്ട് കൃഞ്ഞധാതുവിൻ്റെ, അപ്പം കരോതിയാണ് അതിൻ്റെ ലട്ട്, കരിഷ്യതി അതിൻ്റെ ലിട്ടാണ്. അപ്പോൾ ലകാരങ്ങളെ പരിചയപ്പെടണം, ഉചിതമായിട്ട് അത് പൂരിപ്പിക്കണം, അത് പട്ടികപ്പെടുത്തണം. അത്രയും കാര്യങ്ങൾ അതിൽ ചെയ്യാനുണ്ട്. പിന്നെ വ്യാകരണ വിശേഷം അസ്മാൻ പരിതഃ. പരിതഃ ഇത്യസ്യ യോഗേ ദ്വിതീയ വിഭക്തി. അഭിതഃ പരിതഃ സമയ നികഷാഹ പ്രതിയോഗേബി ഇത് വാർത്തികേന. അതായത് അഭിതഃ പരിതഃ സമയ നികഷ ഹ തുടങ്ങിയ അവ്യയപദങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിനോടൊപ്പം ദ്വിതീയ വിഭക്തിയെ വരുള്ളൂ എന്നുള്ള ഒരു നിയമം പാണിനി പറഞ്ഞിട്ടുണ്ട്. ആ കാര്യമാണ് അതിൽ പറയുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ, മേഘരാഗമവലംബ്യ സർവേ സമാനാഹ എന്നുള്ള ആശയം വിപുലീകൃത്യ ടിപ്പണി എഴുതാനുണ്ട്. അതുപോലെ തന്നെ ജീവനചരിതം എഴുതാനുണ്ട്. ജീവനചരിതം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്, അതിൽ നിന്ന് എഴുതാൻ പറ്റുമെന്ന് നോക്കുക. പിന്നെ സർവേ സമാനാഹ എന്നുള്ള ആശയം വിപുലീകരിച്ച് ടിപ്പണി എഴുതാനുള്ളത് തന്നെത്താൻ എഴുതി നോക്കുക. എഴുതാൻ പറ്റാത്ത ആളുകൾ എന്നെ വിളിക്കുക, വ്യക്തിപരമായിട്ട് വിളിച്ചാൽ ഞാൻ അത് എഴുതി അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും പാഠം നന്നായി പഠിക്കുക, പരീക്ഷയ്ക്ക് തയ്യാറാവുക. പലരുടെയും സ്കൂളുകളിൽ മിഡ് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഈ പാഠം കൂടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പാഠം നന്നായി പഠിക്കുക. അടുത്ത പാഠവും കൂടി നിങ്ങളുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഉണ്ടാവും. അപ്പോൾ അടുത്തൊരു ദിവസം അടുത്ത രാരാജ്യമാനം ധ്രുവതാരകം എന്നുള്ള പാഠവുമായിട്ട് നമുക്ക് ഒരുമിച്ച് കാണാം.
ഒരുമിച്ച് കേൾക്കാം. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവരും നന്നായി പഠിച്ച് ഫുൾ മാർക്ക് മേടിക്കുന്നവരാകണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് നിങ്ങളെ സാധിക്കുക, ആണ് എനിക്കുള്ള ഒരു സന്തോഷം എന്ന് പറയുന്നത്. എല്ലാവരും മിടുക്കരാണ്, എല്ലാവർക്കും സാധിക്കുകയും ചെയ്യും. പക്ഷെ ചിലർ മടിയായിട്ടൊന്നും ചെയ്യാതെ ഇരിക്കും. അതുകൊണ്ടാണ് മാർക്ക് കുറഞ്ഞു പോകുന്നത്. അങ്ങനെ മടിയില്ലാതെ പരിശ്രമശാലികളായി തീരുക. ഓക്കെ.